ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തസ്നി. കേരള PSCയുടെ 65ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള PSC ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് 2024 ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 5000 കറണ്ട് അഫയേഴ്സ്, 400 പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേന്ദ്രഭരണ പ്രദേശങ്ങളെ കുറിച്ചാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങൾ. നിയമനിർമ്മാണ സഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഡൽഹി 70, പുതുച്ചേരി 30, ജമ്മു കാശ്മീർ 114. അതിൽ 24 എണ്ണം പാക് അധിനിവേശ കാശ്മീരിനായി ഒഴിച്ചിട്ടിരിക്കുന്നു. നിയമനിർമ്മാണ സഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഡൽഹി 70, പുതുച്ചേരി 30, ജമ്മു കാശ്മീർ 114. അതിൽ 24 എണ്ണം പാക് അധിനിവേശ കാശ്മീരിനായി ഒഴിച്ചിട്ടിരിക്കുന്നു. 2019 പ്രത്യേക പദവി നീക്കം ചെയ്യപ്പെട്ട ഇന്ത്യൻ ഭരണഘടകം ജമ്മു കാശ്മീർ. 2019 പ്രത്യേക പദവി നീക്കം ചെയ്യപ്പെട്ട ഇന്ത്യൻ ഭരണഘടകം ജമ്മു കാശ്മീർ. മദ്രാസ് ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം ഏത്? പുതുച്ചേരി. മദ്രാസ് ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി. മറ്റ് ഇന്ത്യക്കാർക്ക് ജമ്മു കാശ്മീരിൽ ഭൂമി വാങ്ങുന്നതിന് അനുവാദം നിഷേധിക്കുന്ന ഭരണഘടനയുടെ 35A അനുച്ഛേദം റദ്ദാക്കിയ വർഷം 2019. മറ്റ് ഇന്ത്യക്കാർക്ക് ജമ്മു കാശ്മീരിൽ നിന്ന് ഭൂമി വാങ്ങുന്നതിന് അനുവാദം നിഷേധിക്കുന്ന ഭരണഘടനയുടെ 35A അനുച്ഛേദം റദ്ദാക്കിയ വർഷമാണ് 2019. രാജ്യസഭാ അംഗങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ജമ്മു കാശ്മീർ 4, ഡൽഹി 3, പുതുച്ചേരി 1. രാജ്യസഭാ അംഗങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ജമ്മു കാശ്മീർ 4, ഡൽഹി 3, പുതുച്ചേരി 1. ഏറ്റവും കൂടുതൽ രാജ്യസഭാ അംഗങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം 4. ഏറ്റവും കൂടുതൽ രാജ്യസഭാ അംഗങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം 4. സ്വന്തമായി ഹൈക്കോടതിയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഡൽഹി, ജമ്മു കാശ്മീർ. സ്വന്തമായി ഹൈക്കോടതിയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഡൽഹി, ജമ്മു കാശ്മീർ. നോട്ട, നൺ ഓഫ് ദി അബവ് ഉൾപ്പെടുത്തി തിരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. നോട്ട ഉൾപ്പെടുത്തി തിരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശമാണ് ഡൽഹി. വർഷം 2013. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണറെ നിയമിക്കുന്നതാരെ? പ്രസിഡന്റ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ലഫ്റ്റനന്റ് ഗവർണർ. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ലഫ്റ്റനന്റ് ഗവർണർ. ഡൽഹിക്ക് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 239AA. ഡൽഹിക്ക് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 239AA. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിന്റെ ഭരണതലവൻ ലഫ്റ്റനന്റ് ഗവർണർ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിന്റെ ഭരണതലവനാണ് ലഫ്റ്റനന്റ് ഗവർണർ. ഇന്ത്യയിലെ ഏത് സംസ്ഥാന നിയമസഭയിലാണ് ഒരു സീറ്റ് ബുദ്ധ സന്യാസി സമൂഹത്തിന് സംവരണം ചെയ്തിരിക്കുന്നത്? സിക്കിം. ഇന്ത്യയിലെ സിക്കിം എന്ന സംസ്ഥാന നിയമസഭയിലാണ് ഒരു സീറ്റ് ബുദ്ധ സന്യാസി സമൂഹത്തിന് സംവരണം ചെയ്തിരിക്കുന്നത്. വനിതകൾക്ക് മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ലഫ്റ്റനന്റ് ഗവർണർക്ക് 2 വനിതകളെ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നതിന് വ്യവസ്ഥയുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീർ. വനിതകൾക്ക് മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ലഫ്റ്റനന്റ് ഗവർണർക്ക് 2 വനിതകളെ നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നതിന് വ്യവസ്ഥയുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീർ. ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നതിന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റർമാർക്കുള്ള അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 239B. ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നതിന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റർമാർക്കുള്ള അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 239B. ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നതാരെ? പ്രസിഡന്റ്. ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് പ്രസിഡന്റ്. ഡൽഹിയുടെ ഭരണഘടനാപരമായ നാമമാണ് ദേശീയ തലസ്ഥാന പ്രദേശം.
ഡൽഹിയുടെ ഭരണഘടനാപരമായ നാമമാണ് ദേശീയ തലസ്ഥാന പ്രദേശം. അടുത്തത് നമുക്ക് നിയമസഭയെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാന നിയമസഭയുടെ കോറം എത്രയാണ്? 10 അല്ലെങ്കിൽ ആകെ അംഗബലത്തിന്റെ 10-1. സംസ്ഥാന നിയമസഭയുടെ കോറം 10 അല്ലെങ്കിൽ ആകെ അംഗബലത്തിന്റെ 10-1. ഏതാണോ വലുത് അതായിരിക്കും. സംസ്ഥാന നിയമസഭകളിൽ ആംഗ്ലോ ഇന്ത്യൻ സമുദായ പ്രാതിനിധ്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 333. സംസ്ഥാന നിയമസഭകളിൽ ആംഗ്ലോ ഇന്ത്യൻ സമുദായ പ്രാതിനിധ്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 333. ഇപ്പോൾ ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം നിലവിൽ ഇല്ല. സംസ്ഥാന നിയമസഭാംഗങ്ങളുടെ അംഗബലത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 170(1). സംസ്ഥാന നിയമസഭാംഗങ്ങളുടെ അംഗബലത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 170(1). സംസ്ഥാന നിയമസഭകളിലെ ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യ എത്ര വരെയാകാം? 60. സംസ്ഥാന നിയമസഭകളിലെ ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യ 60 വരെയാകാം. സംസ്ഥാന നിയമസഭകളിലെ ഏറ്റവും കൂടിയ അംഗസംഖ്യ എത്ര വരെയാകാം? 500. സംസ്ഥാന നിയമസഭകളിലെ ഏറ്റവും കൂടിയ അംഗസംഖ്യ 500 വരെയാകാം. സംസ്ഥാന പാർലമെന്ററി സംവിധാനത്തിന്റെ അടിസ്ഥാനം എന്ന് കരുതപ്പെടുന്ന അനുച്ഛേദം 164. സംസ്ഥാന പാർലമെന്ററി സംവിധാനത്തിന്റെ അടിസ്ഥാനം എന്ന് കരുതപ്പെടുന്ന അനുച്ഛേദം 164. ഭരണഘടനയുടെ വ്യവസ്ഥകൾക്ക് വിധേയമായി ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭയ്ക്ക് കാലാകാലങ്ങളിൽ നിയമപ്രകാരം നിയമസഭയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വ്യവസ്ഥകൾ ഉണ്ടാക്കാം എന്ന് വ്യക്തമാക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദമാണ് 328. ഭരണഘടനയുടെ വ്യവസ്ഥകൾക്ക് വിധേയമായി ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭയ്ക്ക് കാലാകാലങ്ങളിൽ നിയമപ്രകാരം നിയമസഭയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും വ്യവസ്ഥകൾ ഉണ്ടാക്കാം എന്ന് വ്യക്തമാക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദമാണ് 328. സംസ്ഥാന മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദമാണ് 164(2). സംസ്ഥാന മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദമാണ് 164(2). സംസ്ഥാന മന്ത്രിസഭാംഗങ്ങളുടെ എണ്ണം സംസ്ഥാന നിയമസഭാംഗങ്ങളുടെ എണ്ണത്തിന്റെ 15% കൂടാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദമാണ് 164(1)(a). സംസ്ഥാന മന്ത്രിസഭാംഗങ്ങളുടെ എണ്ണം സംസ്ഥാന നിയമസഭാംഗങ്ങളുടെ എണ്ണത്തിന്റെ 15% കൂടാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദമാണ് 164(1)(a). അടുത്തത് നമുക്ക് രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. പട്ടാളി മക്കൾ കക്ഷി ഏത് സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷിയാണ്? തമിഴ്നാട്. പട്ടാളി മക്കൾ കക്ഷി തമിഴ്നാട് എന്ന സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷിയാണ്. പട്ടാളി മക്കൾ കക്ഷി സ്ഥാപിതമായ വർഷം 1989. പട്ടാളി മക്കൾ കക്ഷി സ്ഥാപിതമായ വർഷം 1989. ഭാരതീയ ജനതാ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം താമര. ഭാരതീയ ജനതാ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം താമര. അസം ഗണ പരിഷത്ത് പാർട്ടി രൂപം കൊണ്ട വർഷം 1985. അസം ഗണ പരിഷത്ത് പാർട്ടി രൂപം കൊണ്ട വർഷം 1985. മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടി രൂപം കൊണ്ട വർഷം 1961. മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടി രൂപം കൊണ്ട വർഷം 1961. ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധിതമാക്കിയത് ഏത് വർഷം മുതലാണ്? 1982. ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധിതമാക്കിയത് 1982 മുതലാണ്. തെലുങ്കുദേശം പാർട്ടി സ്ഥാപിതമായ വർഷം 1982. തെലുങ്കുദേശം പാർട്ടി സ്ഥാപിതമായ വർഷം 1982. തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കുന്നതാരെ? രാഷ്ട്രീയ പാർട്ടികൾ. തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി NCP രൂപം കൊണ്ട വർഷം 1999. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി NCP രൂപം കൊണ്ട വർഷം 1999. ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ ചിഹ്നം ഉദയസൂര്യൻ. ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ ചിഹ്നം ഉദയസൂര്യൻ. അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം സ്ഥാപിച്ചത് MG രാമചന്ദ്രൻ. അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം സ്ഥാപിച്ചത് MG രാമചന്ദ്രൻ. അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ ചിഹ്നം രണ്ടില. അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ ചിഹ്നം രണ്ടില.
രാഷ്ട്രീയ ജനതാദളിന്റെ സ്ഥാപകൻ ലാലു പ്രസാദ് യാദവ്. രാഷ്ട്രീയ ജനതാദളിന്റെ സ്ഥാപകൻ ലാലു പ്രസാദ് യാദവ്. ഏത് രാഷ്ട്രീയ കക്ഷിയുടെ ചിഹ്നമാണ് ഏണി? മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന്റെ ചിഹ്നമാണ് ഏണി. ശിവസേന ഏത് സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷിയാണ്? മഹാരാഷ്ട്ര. ശിവസേന മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷിയാണ്. തെലുങ്കുദേശം പാർട്ടി സ്ഥാപിച്ചത് NT രാമറാവു. തെലുങ്കുദേശം പാർട്ടി സ്ഥാപിച്ചത് NT രാമറാവു. ചിഹ്നം സൈക്കിള്. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാപകൻ ശരത് പവാർ. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാപകൻ ശരത് പവാർ. ആം ആദ്മി പാർട്ടി രൂപം കൊണ്ട വർഷം 2012. ആം ആദ്മി പാർട്ടി രൂപം കൊണ്ട വർഷം 2012. ജനതാ പാർട്ടി രൂപം കൊണ്ടതെന്നാണ്? 1977 ജനുവരി 23. ജനതാ പാർട്ടി രൂപം കൊണ്ടതെന്നാണ്? 1977 ജനുവരി 23. ജനതാ പാർട്ടിയുടെ ആദ്യ ജനറൽ സെക്രട്ടറിയാണ് രാമകൃഷ്ണ ഹെഗ്ഡെ. ജനതാ പാർട്ടിയുടെ ആദ്യ ജനറൽ സെക്രട്ടറിയാണ് രാമകൃഷ്ണ ഹെഗ്ഡെ. പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ച പരിസ്ഥിതി പ്രവർത്തകയാണ് മേധ പട്കർ. പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ച പരിസ്ഥിതി പ്രവർത്തകയാണ് മേധ പട്കർ. മഹാരാഷ്ട്രയിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളിൽ ഒന്നായ ശിവസേനയുടെ സ്ഥാപകനാണ് ബാൽ താക്കറെ. മഹാരാഷ്ട്രയിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളിൽ ഒന്നായ ശിവസേനയുടെ സ്ഥാപകനാണ് ബാൽ താക്കറെ. പോർച്ചുഗീസുകാരിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ശേഷം ഗോവ ഭരിച്ച ആദ്യത്തെ രാഷ്ട്രീയ കക്ഷിയാണ് മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടി. പോർച്ചുഗീസുകാരിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ശേഷം ഗോവ ഭരിച്ച ആദ്യ രാഷ്ട്രീയ കക്ഷിയാണ് മഹാരാഷ്ട്രവാദി ഗോമന്തക് പാർട്ടി. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കാതിരുന്നതിനാൽ ജനതാ പാർട്ടി ഏത് പാർട്ടിയുടെ ചിഹ്നത്തിലാണ് 1977 തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങിയത്? ഭാരതീയ ലോക്ദൾ. കലപ്പ ഏന്തിയ കർഷകൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കാതിരുന്നതിനാൽ ജനതാ പാർട്ടി ഭാരതീയ ലോക്ദൾ എന്ന പാർട്ടിയുടെ ചിഹ്നത്തിലാണ്, അതായത് കലപ്പേന്തിയ കർഷകൻ എന്ന ചിഹ്നത്തിലാണ് 1977 തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങിയത്. അടുത്തത് നമുക്ക് തദ്ദേശ ഭരണത്തെ കുറിച്ച് നോക്കാം. തദ്ദേശ ഭരണം. ന്യായ പഞ്ചായത്തുകൾ സ്ഥാപിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് LM സിംഗ്വി കമ്മിറ്റി. ന്യായ പഞ്ചായത്തുകൾ സ്ഥാപിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് LM സിംഗ്വി കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ നിശ്ചിത ഇടവേളകളിൽ കൃത്യമായി തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി PK തുങ്കൻ കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ നിശ്ചിത ഇടവേളകളിൽ കൃത്യമായി തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. പഞ്ചായത്തുകൾക്ക് നികുതികൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്ന അനുച്ഛേദം ഏതാണ്? 243H. പഞ്ചായത്തുകൾക്ക് നികുതികൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്ന അനുച്ഛേദം ഏതാണ്? 243H. പഞ്ചായത്ത് രാജ് നിയമങ്ങൾ നവീകരിക്കുന്നതിന് 1985 പ്ലാനിംഗ് കമ്മീഷൻ നിയോഗിച്ച കമ്മിറ്റിയാണ് GVK റാവു കമ്മിറ്റി. പഞ്ചായത്ത് രാജ് നിയമങ്ങൾ നവീകരിക്കുന്നതിന് 1985 പ്ലാനിംഗ് കമ്മീഷൻ നിയോഗിച്ച കമ്മിറ്റിയാണ് GVK റാവു കമ്മിറ്റി. ഗ്രാമസഭകൾ നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി 73. ഗ്രാമസഭകൾ നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതിയാണ് 73. LM സിംഗ്വി കമ്മിറ്റി നിയമിക്കപ്പെട്ട വർഷം 1986. LM സിംഗ്വി കമ്മിറ്റി നിയമിക്കപ്പെട്ട വർഷം 1986. വികസന പദ്ധതികൾ ബ്യൂറോക്രസി വൽക്കരിക്കപ്പെടുകയും പഞ്ചായത്ത് രാജിൽ നിന്ന് പിരിഞ്ഞു മാറുകയും ചെയ്തു എന്ന് വിലയിരുത്തിയ കമ്മിറ്റി ഏത്? GVK റാവു കമ്മിറ്റി. വികസന പദ്ധതികൾ ബ്യൂറോക്രസി വൽക്കരിക്കപ്പെടുകയും പഞ്ചായത്ത് രാജിൽ നിന്ന് പിരിഞ്ഞു മാറുകയും ചെയ്തു എന്ന് വിലയിരുത്തിയ കമ്മിറ്റി ഏതാണ്? GVK റാവു കമ്മിറ്റി. പഞ്ചായത്തിൽ പട്ടികജാതി പട്ടികവർഗ സംവരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 243D. പഞ്ചായത്തിൽ പട്ടികജാതി പട്ടികവർഗ സംവരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 243D. പഞ്ചായത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ പ്രത്യേക സംസ്ഥാന മന്ത്രി വേണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. പഞ്ചായത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ പ്രത്യേക സംസ്ഥാന മന്ത്രി വേണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണം എന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് LM സിംഗ്വി കമ്മിറ്റി.
പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് LM സിംഗ്വി കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട പാർലമെന്ററി സമിതിയാണ് PK തുങ്കൻ കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട പാർലമെന്ററി സമിതിയാണ് PK തുങ്കൻ കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ 11ാം പട്ടികയിൽ എത്ര വിഷയങ്ങളാണുള്ളത്? 29. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ 11ാം പട്ടികയിൽ 29 വിഷയങ്ങളാണുള്ളത്. PK തുങ്കൻ കമ്മിറ്റി നിയമിക്കപ്പെട്ട വർഷം 1988. PK തുങ്കൻ കമ്മിറ്റി നിയമിക്കപ്പെട്ട വർഷമാണ് 1988. എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യൻ പാർലമെന്റ് പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങൾ പാസാക്കിയത്? 8ാം പദ്ധതി. 8ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യൻ പാർലമെന്റ് പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങൾ പാസാക്കിയത്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമസഭ. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമസഭ. പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിലില്ലാത്ത സംസ്ഥാനങ്ങളാണ് നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിലില്ലാത്ത സംസ്ഥാനങ്ങളാണ് നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് പഞ്ചായത്ത് ഭരണസമിതികളുടെ കാലാവധി 5 വർഷമായിരിക്കുന്നത്? 243E. ഭരണഘടനയുടെ 243E അനുച്ഛേദ പ്രകാരമാണ് പഞ്ചായത്ത് ഭരണസമിതികളുടെ കാലാവധി 5 വർഷമായിട്ടുള്ളത്. ഗ്രാമസഭയുടെ അധികാരത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 243A. ഗ്രാമസഭയുടെ അധികാരത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 243A. ഗ്രാമസഭയെ നിർവചിച്ചിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 243. ഗ്രാമസഭയെ നിർവചിച്ചിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 243. എത്ര തലത്തിലുള്ള പഞ്ചായത്ത് രാജ് സംവിധാനമാണ് അശോക് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്തത്? 2 തലത്തിലുള്ള പഞ്ചായത്ത് രാജ് സംവിധാനമാണ് അശോക് മേത്ത കമ്മിറ്റി ശുപാർശ ചെയ്തത്. സംസ്ഥാന ജനസംഖ്യ 20 ലക്ഷത്തിന് താഴെയാണെങ്കിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ മധ്യതലം ആവശ്യമില്ല എന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 243B. സംസ്ഥാന ജനസംഖ്യ 20 ലക്ഷത്തിന് താഴെയാണെങ്കിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ മധ്യതലം ആവശ്യമില്ല എന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 243B. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് പഞ്ചായത്ത് രാജിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 11. ഭരണഘടനയുടെ 11ാമത്തെ പട്ടികയിലാണ് പഞ്ചായത്ത് രാജിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപവൽക്കരണം പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 40. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപവൽക്കരണം പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 40. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന വർഷം 1959. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന വർഷം 1959. ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്ത. ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്ത. കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് എന്നറിയപ്പെട്ട വ്യക്തി അശോക് മേത്ത കമ്മിറ്റി. കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് എന്നറിയപ്പെട്ട വ്യക്തി അശോക് മേത്ത കമ്മിറ്റി. തദ്ദേശ സ്ഥാപനങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ സംവരണം വേണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. തദ്ദേശ സ്ഥാപനങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ സംവരണം വേണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. നഗരപിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മേയറെയാണ്. നഗരപിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മേയർ. പഞ്ചായത്ത് രാജ് സംവിധാനത്തെ കുറിച്ച് പഠനം നടത്തുന്നതിന് മൊറാർജി ദേശായി സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സംവിധാനത്തെ കുറിച്ച് പഠനം നടത്തുന്നതിന് മൊറാർജി ദേശായി സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ജില്ലാ പരിഷത്തിന്റെ അധ്യക്ഷൻ ജില്ലാ കളക്ടർ ആയിരിക്കും. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ജില്ലാ പരിഷത്തിന്റെ അധ്യക്ഷൻ ജില്ലാ കളക്ടർ ആയിരിക്കും. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നതാരെ? വാർഡ് മെമ്പർ. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പർ. ഗ്രാമസഭയ്ക്ക് സമാനമായി നഗരങ്ങളിലുള്ളത് വാർഡ് സഭയാണ്. ഗ്രാമസഭയ്ക്ക് സമാനമായി നഗരങ്ങളിലുള്ളത് വാർഡ് സഭ.
അശോക് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1978. അശോക് മേത്ത കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം 1978. സ്വിറ്റ്സർലാൻഡ് പോലെയുള്ള പ്രത്യക്ഷ ജനാധിപത്യ സംവിധാനത്തിന് ഇന്ത്യയിലെ ഉദാഹരണമാണ് ഗ്രാമസഭ. സ്വിറ്റ്സർലാൻഡ് പോലെയുള്ള പ്രത്യക്ഷ ജനാധിപത്യ സംവിധാനത്തിന് ഇന്ത്യയിലെ ഉദാഹരണമാണ് ഗ്രാമസഭ. കോർപ്പറേഷനിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ് മേയർ. കോർപ്പറേഷനിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ് മേയർ. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ ഏറ്റവും ഉയർന്ന തലമാണ് ജില്ലാ പഞ്ചായത്ത്. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ ഏറ്റവും ഉയർന്ന തലമാണ് ജില്ലാ പഞ്ചായത്ത്. പഞ്ചായത്ത് രാജ് സംവിധാനത്തെ സ്കൂൾ ഓഫ് മോഡേൺ ഡെമോക്രസി എന്ന് വിശേഷിപ്പിച്ചതാരെ? MN റോയ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തെ സ്കൂൾ ഓഫ് മോഡേൺ ഡെമോക്രസി എന്ന് വിശേഷിപ്പിച്ചത് MN റോയ്. 73-74 ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ലഭിച്ച ശേഷം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. എന്നായിരുന്നു? 1994 മാർച്ച് ഏപ്രില്. 73-74 ഭരണഘടനാ ഭേദഗതികളിലൂടെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ലഭിച്ച ശേഷം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. വർഷം 1994 മാർച്ച് ഏപ്രിൽ. ഏത് വർഷമാണ് രാജസ്ഥാനിൽ ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലയിൽ വന്നത്? 1959. ഏത് വർഷമാണ് രാജസ്ഥാനിൽ ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലയിൽ വന്നത്? 1959. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ അനുവദിക്കാൻ നിർദ്ദേശിച്ച കമ്മിറ്റി ഏത്? LM സിംഗ്വി കമ്മിറ്റി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ അനുവദിക്കാൻ നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് LM സിംഗ്വി കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഏത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിലാണ് ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലയിൽ വന്നത്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് എന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിലാണ് ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത്. കേരളത്തിൽ 73-74 ഭരണഘടനാ ഭേദഗതികൾക്ക് ശേഷം ആദ്യമായി ത്രിതല പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1995. കേരളത്തിൽ 73-74 ഭരണഘടനാ ഭേദഗതികൾക്ക് ശേഷം ആദ്യമായി ത്രിതല പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1995. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്ത് കഴിഞ്ഞു. ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.